നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും പഴനിയിലേക്ക് പോയി ദർശനം കഴിഞ്ഞ് അതേ ദിവസം തന്നെ തിരികെ നാട്ടിലെത്താൻ സഹായിക്കുന്ന ചില അടിപൊളി ട്രെയിനുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കൂടാതെ പഴനിയിൽ എങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കാം എന്നുള്ളതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മിക്ക ആളുകൾക്കും ഈ ട്രെയിനുകൾ പരിചിതമായിരിക്കാം. പക്ഷേ സമയങ്ങളിലും സ്റ്റോപ്പുകളിലും ചില മാറ്റങ്ങൾ വന്നിട്ടുള്ളതിനാൽ പുതിയ വിവരങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്നിവിടെ എല്ലാ ഡീറ്റെയിൽ ആയി പറയുന്നത്. ഈ ട്രെയിനിൽ യാത്ര പ്ലാൻ ചെയ്താൽ രാവിലെ പഴനിയിലെത്തി ശാന്തമായി ദർശനം നടത്തി വൈകുന്നേരം തന്നെ ഇതേ ട്രെയിനിൽ തിരിച്ചു വരാൻ സാധിക്കും. അതുമാത്രമല്ല, ഇത് കൂടാതെ മറ്റൊരു ട്രെയിൻ ഓപ്ഷനും ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. പഴനി യാത്ര പ്ലാൻ ചെയ്യുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനായി ശ്രമിക്കണം. കാരണം ട്രെയിൻ വിവരങ്ങൾ മാത്രമല്ല, പഴനിയിലെ താമസ സൗകര്യങ്ങൾ, സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം എങ്ങനെ പോകാം, ദർശനം എളുപ്പത്തിൽ എങ്ങനെ നടത്താം, തലമുടി സമർപ്പിക്കുന്നവർക്കുള്ള വിവരങ്ങൾ എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഭഗവാൻ മുരുകന്റെ നാമത്തിൽ എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. കൂടെ കമൻറ്റും ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന ട്രെയിൻ നമ്പർ 16343 അമൃത എക്സ്പ്രസ് ആണ്. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും രാത്രി 8:30 പുറപ്പെട്ട് 769 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് 12:15 രാമേശ്വരം വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ്. ഈ ഒരു ട്രെയിനിലാണ് നമുക്ക് കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും പഴനിയിലേക്ക് പോകാനും തിരിച്ച് പഴനിയിൽ നിന്ന് കേരളത്തിലേക്ക് വരാനും സാധിക്കുന്നത്. എങ്ങനെയാണെന്ന് പറയാം. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും രാത്രി 8:30 ആരംഭിക്കുന്ന ട്രെയിൻ തൊട്ടടുത്ത ദിവസം രാവിലെ 6:50 പഴനിയിലെത്തും. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും രാത്രി 8:30 ആരംഭിക്കുന്ന ട്രെയിന് പിന്നീട് കേരളത്തിലെ സ്റ്റോപ്പുകൾ എവിടെയൊക്കെയാണെന്നുള്ളത് നമ്മൾക്കിനി കേൾക്കാം. രാത്രി 8:45 കഴക്കൂട്ടത്ത് ട്രെയിൻ എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ 9:10 വർക്കല ശിവഗിരി, 9:30 കൊല്ലം ജംഗ്ഷൻ, 10 മണിക്ക് കരുനാഗപ്പള്ളി, 10:20 കായംകുളം ജംഗ്ഷൻ, 10:30 മാവേലിക്കര, 10:40 ചെങ്ങന്നൂര്, 10:50 തിരുവല്ല, 11 മണിക്ക് ചങ്ങനാശ്ശേരി, 11:20 കോട്ടയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ദിവസം അർദ്ധരാത്രി 12:30 അതായത് എറണാകുളം ടൗണിലെത്തും. 12:50 ഇടപ്പള്ളി, 1 മണിക്ക് ആലുവ, 2:30 തൃശ്ശൂർ, 3 മണിക്ക് ഒറ്റപ്പാലം, 4 മണിക്ക് പാലക്കാട് ജംഗ്ഷൻ, 4:30 പാലക്കാട് ടൗൺ, 5 മണിക്ക് കൊല്ലങ്കോട്, 5:50 പൊള്ളാച്ചി, 6:15 ഉദുമലൈപ്പേട്ടൈ, 6:50 പളനിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന കേരളത്തിലെ സ്റ്റേഷൻസും അല്ലെങ്കിൽ പഴനി വരെയുള്ള സ്റ്റേഷൻസ്. പിന്നീട് വണ്ടി നേരെ ഓടി നമ്മുടെ രാമേശ്വരത്തേക്ക് പോകും കേട്ടോ. ഈ ഒരു ട്രെയിനിൽ 4 ജനറൽ കമ്പാർട്ട്മെന്റുകളുണ്ട്. അതായത് ട്രെയിനിന്റെ മുൻഭാഗത്ത് 2ഉം പിൻഭാഗത്ത് 2ഉം UR എന്ന് നമുക്ക് ട്രെയിനിന്റെ പുറത്ത് കാണാനായി സാധിക്കും. അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ്, കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞ ജനറൽ കോച്ചസ്. പിന്നുള്ളത് 12 സ്ലീപ്പർ കോച്ചസ് ആണ്. അത് S1 മുതൽ S12 വരെ നമുക്ക് ട്രെയിനിന്റെ ബോഗിയുടെ പുറത്തായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും. S1, S2, S3 അങ്ങനെ. അത് സ്ലീപ്പർ കോച്ചസ് ആണ്. AC കോച്ചസ് മൊത്തത്തിൽ 5 എണ്ണം ഉണ്ട്. അതിൽ 3 എണ്ണം തേർഡ് AC ആണ്. B1, B2, B3 തേർഡ് AC എന്നറിയപ്പെടും. സെക്കൻഡ് AC വരുന്നത് ഒരെണ്ണം, അത് A1 ആണ്. പിന്നുള്ളത് ഒരു ഫസ്റ്റ് AC ആണ്. അത് H1 എന്നോ HA1 എന്നോ കാണാൻ സാധിക്കും. ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് വരുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും പഴനി വരെ 175 രൂപയും, സ്ലീപ്പറിന് 310 രൂപയും, തേർഡ് ACക്ക് 810 രൂപയും, സെക്കൻഡ് ACക്ക് 1145 രൂപയും, ഫസ്റ്റ് ACക്ക് 1905 രൂപയുമാണ്. ഇനി ഇതേ ട്രെയിൻ തന്നെ എല്ലാ ദിവസവും ട്രെയിൻ നമ്പർ 16344 ആയിട്ട് നമ്മുടെ രാമേശ്വരത്ത് നിന്നും ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് 1:30 ആ ട്രെയിൻ തിരിച്ച് പളനിയിലെത്തുന്ന സമയം വൈകുന്നേരം 6:10 അതായത് എല്ലാ ദിവസവും അമൃത എക്സ്പ്രസ് പഴനിയിൽ വൈകുന്നേരം 6:10 എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ 6:40 ഉദുമലൈപ്പേട്ടൈ, 7 മണിക്ക് പൊള്ളാച്ചി ജംഗ്ഷൻ, രാത്രി 7:30 കൊല്ലങ്കോട്, 7:50 പാലക്കാട് ടൗൺ, 8:30 പാലക്കാട് ജംഗ്ഷൻ, 9:30 ഒറ്റപ്പാലം, 10:35 തൃശ്ശൂർ, 11:30 ആലുവ, 11:50 ഇടപ്പള്ളി, അർദ്ധരാത്രി 12 മണിക്ക് എറണാകുളം ടൗൺ, 1 മണിക്ക് കോട്ടയം, 1:30 ചങ്ങനാശ്ശേരി, 1:40 തിരുവല്ല, 1:50 ചെങ്ങന്നൂര്, 2 മണിക്ക് മാവേലിക്കര, 2:15 കായംകുളം ജംഗ്ഷൻ, 2:20 കരുനാഗപ്പള്ളി, 2:50 കൊല്ലം ജംഗ്ഷൻ,
3:15 വർക്കല ശിവഗിരി, 3:30 കഴക്കൂട്ടം, വെളുപ്പിന് 5 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ നമ്മൾ നാട്ടിൽ നിന്ന് പഴനിയിലേക്ക് പോകാൻ ട്രെയിൻ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ രാത്രി നാട്ടിൽ നിന്ന് കയറി പിറ്റേ ദിവസം രാവിലെ പളനിയിലെത്തി രാവിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം അതേ ദിവസം തന്നെ ഇതേ ട്രെയിൻ പിടിച്ച് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വ്യക്തമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ട്രെയിനിൻ്റെ. ഇനി മറ്റൊരു ട്രെയിൻ കൂടിയുണ്ട്, അത് പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ട്രെയിനിൽ പഴനിയിലെത്തി. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറയാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ യാത്ര കൂടുതൽ എളുപ്പമാവും, പറ്റിക്കപ്പെടാനുള്ള ചാൻസും വളരെയധികം കുറയും. പഴനി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തേക്ക് വന്നാൽ സ്റ്റേഷന്റെ മുൻപിൽ നിന്ന് തന്നെ അടിവാരത്തേക്ക് പോകാൻ പ്രൈവറ്റ് ബസ് ലഭിക്കുന്നതാണ്. വെറും 10 രൂപ മാത്രമാണ് ചാർജ്. 5 മിനിറ്റിനുള്ളിൽ അടിവാരത്തെത്താം. ഇതാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി മറ്റൊരു ഓപ്ഷൻ ഓട്ടോയാണ്. സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ തന്നെ ഓട്ടോസ് ധാരാളം കിട്ടും. പക്ഷേ അവർ 150 രൂപ മുതൽ 300 വരെ ചാർജ് പറയാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് റേറ്റ് ചോദിച്ച ശേഷം മാത്രം കയറുക. ഇനി മറ്റൊരു ഓപ്ഷൻ കുതിരവണ്ടിയാണ്. ഏറ്റവും എളുപ്പവും ചിലവ് കുറവും ബസ് തന്നെയാണ് കേട്ടോ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സ്റ്റേഷൻ ഇറങ്ങി പുറത്തു വരുമ്പോൾ തന്നെ പലരും റൂം സെറ്റ് ചെയ്ത് തരാം, ഓഫർ റൂമുണ്ട്, ചീപ്പ് റൂമുണ്ട് എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ നമ്മൾ പറയേണ്ട ഒരൊറ്റ കാര്യം, നമ്മൾ റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി കൂടുതൽ ശല്യം കുറയും. ഓക്കെ, അടിവാരം എത്തിയാൽ അവിടെ അടുത്തായി തന്നെ ദേവസ്വത്തിന്റെ താമസ സൗകര്യങ്ങളുണ്ട്. അവിടെ റൂം ബഡ്ജറ്റ് വളരെ ഫ്രണ്ട്ലി ആണ്. അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ റൂം കിട്ടും. വലിയ റൂംസ് ആണ്, നല്ല വൃത്തിയുമുണ്ട്. 350 രൂപയ്ക്ക് റൂം കിട്ടും. പക്ഷെ ആദ്യം 700 രൂപ എന്തോ കൊടുക്കണം. നമ്മളത് എത്ര കൊടുത്താലും ബാക്കി നമുക്ക് തിരിച്ച് കിട്ടും കേട്ടോ. ഇറങ്ങുമ്പോൾ റൂമിന് 350 ഉള്ളൂ. പ്രൈവറ്റ് റൂം എടുക്കുന്നവർ റൂം നേരിട്ട് കണ്ടതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യുക. ഓൺലൈൻ ഫോട്ടോ കണ്ടതുപോലെ റൂം കിട്ടണമെന്നില്ല. ബാത്റൂം വൃത്തി, ലൊക്കേഷനൊക്കെ ചെക്ക് ചെയ്ത ശേഷം മാത്രം റൂം എടുക്കാനായി ശ്രമിക്കുക. ഇനി തലമുടി സമർപ്പിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ദേവസ്വം സംവിധാനമാണ് ഏറ്റവും സേഫ്. ബാക്കി പുറത്തുള്ളതൊക്കെ അധികം പറയുന്നത് കേട്ട് വെറുതെ കൺഫ്യൂഷൻ വേണ്ട, അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക കേട്ടോ. ഇനി മറ്റൊരു കാര്യം, അടിവാരത്ത് നിന്നും മേലോട്ട് കയറുമ്പോൾ ചിലർ പൂജാ സാധനങ്ങൾ വാങ്ങിയാൽ എളുപ്പ ദർശനം കിട്ടും, സ്പെഷ്യൽ എൻട്രി പെട്ടെന്ന് കിട്ടും എന്നൊക്കെ പറയും. അങ്ങനെയുള്ള വാക്കുകളിൽ വീഴണ്ട. ദർശനത്തിന് അതുമായി ഒരു ബന്ധവുമില്ല കേട്ടോ. പഴനിയിൽ സാധാരണ ദിവസങ്ങളിൽ വലിയ തിരക്കില്ലെങ്കിൽ ഫ്രീ ദർശനം തന്നെ മതി. പ്രത്യേകതയുള്ള ഏതെങ്കിലും ദിവസങ്ങളാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ മാത്രം പെയ്ഡ് ദർശനം കൺസിഡർ ചെയ്യാം. മുകളിലെത്തിയാൽ അന്നദാനം ലഭിക്കും, അതും കഴിക്കാനായി മറക്കണ്ട. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറഞ്ഞ ചിലവിൽ പറ്റിക്കപ്പെടാതെ തന്നെ നല്ല രീതിയിൽ പഴനി ദർശനം നമുക്ക് നടത്താനായി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ നമ്പർ 166-22 രാമേശ്വരം വീക്കിലി എക്സ്പ്രസ്. ഈ ഒരു ട്രെയിനിലും നമുക്ക് കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് രാവിലെ എത്തിച്ചേരാനും ദർശനം നടത്തിയിട്ട് വൈകുന്നേരം ഇതേ ട്രെയിനിൽ തന്നെ തിരിച്ച് നാട്ടിലേക്ക് വരാനും സാധിക്കുന്നതാണ്. കൂടുതലും നമ്മുടെ മലബാർ ഭാഗത്തേക്കുള്ള, അതായത് മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ഒക്കെ ഉള്ളവർക്കാണ് ഈ ഒരു ട്രെയിൻ ഉപകാരപ്രദമാവുന്നത്. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ ഒരൊറ്റ ദിവസമേ ഉള്ളൂ, അതായത് ശനിയാഴ്ച. ശനിയാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുന്നൊരു ട്രെയിനാണിത്. ശനിയാഴ്ച നമ്മൾ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഞായറാഴ്ച രാവിലെ നമുക്ക് പഴനിയിലെത്താം. എന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരം ഇതേ ട്രെയിനിൽ തന്നെ തിരിച്ച് നാട്ടിലോട്ട് വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കേൾക്കാം. ട്രെയിൻ നമ്പർ 166-22 രാമേശ്വരം വീക്കിലി എക്സ്പ്രസ്. മാംഗ്ലൂർ സെൻട്രൽ നിന്നും രാത്രി 7:30 ആരംഭിച്ച് 753 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് തൊട്ടടുത്ത ദിവസം രാവിലെ 10:50 രാമേശ്വരം വരെ സർവീസ് നടത്തുന്നൊരു ട്രെയിനാണിത്. ആഴ്ചയിൽ ശനിയാഴ്ചകളിലായി രാത്രി 7:30 മാംഗ്ലൂർ സെൻട്രൽ നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ തൊട്ടടുത്ത ദിവസം വെളുപ്പിന് 5 മണിക്ക് പഴനിയിൽ എത്തുന്നതാണ് കേട്ടോ. അടിപൊളി ഒരു ടൈമാണ് ഈ ഒരു ട്രെയിൻ പഴനിയിൽ എത്തുന്നത്. കാരണം വെളുപ്പിനത്തെ സമയമാണ്, നമുക്ക് രാവിലത്തെ ദർശനമൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നൊരു സമയം കൂടിയാണ് കേട്ടോ അത് ഈ ഒരു സമയത്ത് എത്തിച്ചേരുന്നത്. ഈ ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ 4 എണ്ണമാണുള്ളത്. അതായത് UR 4 എണ്ണം, ഫ്രണ്ടിൽ 2 എണ്ണം, ബാക്കിൽ 2 എണ്ണം ട്രെയിനിൻ്റെ. സ്ലീപ്പർ കോച്ചസ് 6 എണ്ണമേ ഉള്ളൂ, അത് S1 മുതൽ S6 വരെയും. AC കോച്ചസ് 12 എണ്ണം ഉണ്ട്. അതിൽ തേർഡ് AC വരുന്നത് 8 എണ്ണമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തേർഡ് ACയിൽ B1 മുതൽ B6 വരെ 6 എണ്ണവും പിന്നെ BE1ഉം BE2 എന്നും പറഞ്ഞ് 2 എണ്ണം ഉണ്ട് കേട്ടോ. അതും തേർഡ് AC തന്നെയാണ്. അഡീഷണൽ 2 കോച്ച് ഇട്ടതാണ്, അതൊന്നും മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു പറഞ്ഞത് കേട്ടോ തേർഡ് AC. പിന്നുള്ളത് സെക്കൻഡ് AC ആണ്, അത് 2 എണ്ണം, അത് A1ഉം A2ഉം ആണ്. അങ്ങനെ മൊത്തത്തിൽ 10 AC കോച്ചസ് ഈ ഒരു ട്രെയിനിലുണ്ട്. ഇനി മാംഗ്ലൂർ സെൻട്രലിൽ നിന്നും രാത്രി 7:30 ആരംഭിക്കുന്ന ട്രെയിന് പിന്നീട് സ്റ്റോപ്പുള്ളത് 8:10 കാസർഗോഡാണ്. അത് കഴിഞ്ഞാൽ 9:20 കണ്ണൂർ, 10:30 കോഴിക്കോട്, രാത്രി 11:15 തിരൂർ, 12:10 ഷൊർണൂർ ജംഗ്ഷൻ, 1:30 പാലക്കാട് ജംഗ്ഷൻ, 4 മണിക്ക് പൊള്ളാച്ചി ജംഗ്ഷൻ, 4:30 ഉദുമലൈപേട്ടൈ,
വെളുപ്പിനെ 5:10 ട്രെയിൻ പഴനിയിലെത്തും. പിന്നെ വണ്ടി ഓടി നേരെ രാമേശ്വരത്തേക്ക്. മനസ്സിലായല്ലോ? അപ്പോൾ പഴനി എത്തി നമ്മൾ. അപ്പോൾ കേരളത്തിൽ നിന്ന് കാസർഗോഡാണ് തുടങ്ങുന്നത് കൊണ്ട് കാസർഗോഡ് നിന്ന് പഴനി വരെ ഒരാൾക്ക് ജനറലിന് 155 രൂപയും സ്ലീപ്പറിന് 275 രൂപയും തേർഡ് എ സിക്ക് 725 രൂപയും സെക്കൻഡ് എ സിക്ക് 1020 രൂപയുമാണ് കേട്ടോ. ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 166-21 ആയിട്ട് ആഴ്ചയിൽ ഞായറാഴ്ചകളിലായിട്ട് തിരിച്ചും സർവീസ് ഉണ്ട്. രാമേശ്വരത്തു നിന്നും വൈകുന്നേരം 3:30 പുറപ്പെടുന്ന ട്രെയിൻ വൈകുന്നേരം ഒരു 8 മണി, വൈകുന്നേരം എന്ന് പറയാൻ പറ്റത്തില്ല, രാത്രി 8 മണിക്ക് നമ്മുടെ പഴനിയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും ഞായറാഴ്ച രാത്രി 8 മണിക്കാണ് പഴനിയിൽ എത്തിച്ചേരുന്നത്. അത് കഴിഞ്ഞാൽ 8:50 ഉദുമലൈപേട്ടൈ, 9:15 പൊള്ളാച്ചി ജംഗ്ഷൻ, 10:50 പാലക്കാട് ജംഗ്ഷൻ, 12:15 ഷൊർണൂർ ജംഗ്ഷൻ, 1 മണിക്ക് തിരൂര്, 1:50 കോഴിക്കോട്, വെളുപ്പിനെ 3:20 കണ്ണൂർ, 4:40 കാസർഗോഡ്, 6:55 മാംഗ്ലൂർ സെൻട്രൽ. ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നത്. മലബാർ ഭാഗത്ത് നിന്ന് വേറൊരു ട്രെയിനും കൂടി ആഴ്ചയിലുണ്ട്. പക്ഷെ അതിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പിറ്റേ ദിവസം, അതായത് അതേ ദിവസം തന്നെ നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ട്രെയിൻ പരിചയപ്പെട്ടത്. തീർച്ചയായും ഉപകാരപ്രദമാവുന്ന ഒരു ട്രെയിനാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി പോയി ദർശനം നടത്തിയിട്ട് ശനിയാഴ്ച പോയി ഞായറാഴ്ച തിരിച്ചു വരുന്ന രീതിയിൽ നിങ്ങൾക്ക് സുഖമായി യാത്ര പ്ലാൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 2 ട്രെയിനുകളുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ഇനി ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഇതായിരുന്നു കേരളത്തിൽ നിന്നും പഴനിയിലേക്ക് പോയി ദർശനം നടത്തി തിരിച്ചു വരാൻ സഹായിക്കുന്ന ട്രെയിനുകളുടെ പൂർണ്ണ വിവരങ്ങൾ. ഒരു ചെറിയ ടിപ്പ് കൂടി പറയാനുണ്ട് കേട്ടോ. പഴനി യാത്ര പോകുമ്പോൾ കഴിയുന്നതും രാവിലെ നേരത്തെ എത്താൻ ശ്രമിക്കണം. തിരക്ക് കുറവായിരിക്കും, ദർശനവും കുറച്ച് എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് വീക്കെൻഡ് ഹോളിഡേയ്സ് ഒക്കെ ആണെങ്കിൽ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുന്നതും നല്ലതാണ്. ഇനി പഴനി പോകാൻ പാടില്ല, എങ്ങനെ പോകണമെന്ന കൺഫ്യൂഷൻ ആരും വെക്കണ്ട. ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കൂ. യാത്ര പ്ലാൻ ചെയ്യുന്ന കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.